എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ഓൺ UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വൻതോതിൽ ജോലികൾ വെട്ടിക്കുറച്ച് NHSനെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാനുള്ള ലേബർ ഗവൺമെൻറ് നീക്കങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി വൻതോതിൽ NHSലെ ജോലികൾ വെട്ടിക്കുറയ്ക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇതിനായി വേണ്ടി വരുന്ന £1 ബില്യൺ തുക ആര് വഹിക്കുമെന്ന ചോദ്യം ഉയർന്നതോടെ ജോലികൾ വെട്ടിനിരത്തുന്നത് സ്തംഭിച്ചു. വർഷത്തിൻ്റെ അവസാനത്തോടെ ഇംഗ്ലണ്ടിലെ 42 ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് ബോർഡുകളിലുള്ള 25,000 ജീവനക്കാരിൽ 12,500 പേരെ കുറയ്ക്കാനായിരുന്നു പദ്ധതി. ഹെൽത്ത് സർവീസിലെ ചെലവ് കുറയ്ക്കാൻ നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഈ വെട്ടിക്കുറയ്ക്കൽ. എന്നാൽ ഇപ്പോൾ ജോലിക്കാരെ കുറയ്ക്കാനുള്ള പദ്ധതി നിർത്തിവെക്കുന്നു. ICBകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചെലവുകൾ താങ്ങാൻ കഴിയുന്നില്ലെന്നതാണ് കാരണമായി പറയുന്നത്. ജോലിക്കാരെ പിരിച്ചുവിടുന്നതിന് വൻ തുക ബില്ലായി വരുന്നുണ്ട്. ഇത് ICBകളുടെ ശേഷിക്ക് അപ്പുറമാണ്. ബജറ്റുകൾ തന്നെ പകുതിക്കായി നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഗവൺമെൻറ് ഫണ്ട് നൽകേണ്ടി വരും. ICB ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന മാനേജേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ റെഡ്സ് പറയുകയുണ്ടായി. NHS ഇംഗ്ലണ്ട് വിഷയത്തിൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റുമായി ചർച്ച നടത്തുന്നുണ്ട്. ജോലിക്കാരെ പിരിച്ചുവിടുന്നതിന് ആവശ്യമായി വരുന്ന ചെലവ് വഹിക്കാൻ ട്രഷറിയിൽ നിന്നും എമർജൻസി ക്യാഷ് ഇഞ്ചക്ഷൻ സാധിക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. എന്നാൽ ചർച്ചകൾ അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നതിനാൽ പിരിച്ചുവിടലും അനിശ്ചിതാവസ്ഥയിൽ നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള NHS സ്റ്റാഫുകളെ കുറയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ മാറിയിരിക്കുന്നു. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.